BCK ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ബ്രഷ് കട്ടർ വെച്ചിട്ട് പുല്ലടിച്ചിട്ട് മണ്ണ് കൂട്ടുന്ന ഒരു പണിയാണ് അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. മറ്റുള്ള ജില്ലകളിലൊക്കെ പറയുന്ന പോലെ പോച്ച എന്ന് പറയുന്നത് ഞങ്ങളിവിടെ പള്ള കള എന്നൊക്കെ പറയും. അതെല്ലാം വാരി കൂട്ടിയിട്ട് ഒരു പിടി യൂറിയയും അര പിടി പൊട്ടാഷ്യം ഒരു 10-28 ദിവസം മുമ്പ് ഇട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കണം. മണ്ണ് കൂട്ടി ഈ രീതിയിൽ ആണ് മണ്ണൊക്കെ കൂട്ടി കൊടുത്തിരുന്നത്. അവരിന്ന് അവിടെ ആത്മാർത്ഥമായിട്ട് ഇന്ന് പണിയുന്നുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഈ രീതിയിലാണ് മിക്കവാറുമുള്ള ഏത്തവാഴ കൃഷി ചെയ്യുന്നവരൊക്കെ ഈ രീതിയിലാണ് ചെയ്യുന്നത്. മറ്റുള്ള ജില്ലയിലുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ ഞാൻ ഗൾഫിൽ ഒരു 10 വർഷം മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടെയുള്ളവർ എല്ലാം പല ജില്ലക്കാരാണ്. കാസർഗോഡ്, മലപ്പുറം, എറണാകുളം, കാസർഗോഡൊക്കെ. അവരൊക്കെ ഞങ്ങൾ ഒക്കെ അവിടെ റൂംമേറ്റായിട്ട് ഉള്ളപ്പോഴും അവരുടെ രീതിയിൽ സംസാരത്തിലൊക്കെ അവിടെയുള്ളവർ കൂട്ടി ഈ സംസാരിക്കുകയുള്ളൂ. ഇവിടെയൊക്കെ ഇടുക്കിയിലുള്ളവരെല്ലാം കൂട്ടിയുള്ളൊരു സംസാരമാണ്. ഭാരതം എന്നുള്ളതൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്നത്. അന്നേരം പറയും ഭാരതം എന്നാണ് റൂമിലുള്ള കൂട്ടുകാരൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ജില്ലയ്ക്കും ഓരോ ഭാഷാ രീതികളുണ്ട്. അപ്പം ഞങ്ങളുടെ ഇവിടെ ഈ ഇടുക്കിയിൽ കൃഷി ചെയ്യുന്ന ഈ രീതിയാണ്, പാലക്കാട് ചെയ്യുന്ന വേറെ രീതിയായിരിക്കും. ഇത് പറയാനുള്ള കാരണം ഇതാണ്, പല ജില്ലയിലും കൃഷി രീതി തന്നെ വ്യത്യസ്തതയുണ്ട്. ആലപ്പുഴയിൽ വാഴ കൃഷി ചെയ്യുന്ന വേറെ രീതിയിൽ നമ്മുടെ പല ജില്ലകളിലും വ്യത്യസ്തമായുണ്ട്. നമുക്ക് അറിയാവുന്ന അറിവുകൾ ഈ വീഡിയോയിൽ കൂടി കാണിക്കുക, മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമാകാനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കാർഷിക വികസന വകുപ്പൊക്കെ ഇതിന് പുതിയ ഒരു കൃഷി രീതി അവലംബിക്കുന്നുണ്ട്. എളുപ്പത്തിൽ തന്നെ ട്രെഞ്ചിങ് പരിപാടി, അതേ കൂടെ തന്നെ വളം മരുന്ന് കൊടുക്കുന്നു, അതുപോലെ തന്നെ മൾച്ചിങ്, ഇതൊക്കെ പുതിയ പുതിയ രീതിയാണ്. ആ രീതി നമുക്ക് അവലംബിക്കാം കൃഷി രംഗത്തോട്ട് വരുന്നവർക്ക്. ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നഷ്ടം വരത്തില്ല. നമ്മൾ ചെയ്യുന്നതിൻ്റെ പകുതിയായാലും ലാഭം കിട്ടും. വില കൂടുതലാണെങ്കിൽ നമുക്കതൊരു മെച്ചമാണ്. ഈ രംഗത്തേക്ക് വരുന്നവർക്കൊക്കെ നമുക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സും കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ കൃഷിയുടെ നാട്ടുറിവും കൂടെ നല്ല രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ, പലരിൽ നിന്നുള്ള അറിവും കൂടെ ലഭിച്ചാൽ നമുക്കിത് ലാഭകരമാക്കിയെടുക്കാം. ഇപ്പോൾ ചെയ്യുന്ന പണികളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അടുത്ത ഇനി എൻ്റെ വാഴയ്ക്ക് ഇപ്പോൾ കുലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. ഇനി ഇലകൾക്കും വാഴ കൊലകൾക്കൊക്കെ NPK പോലുള്ള പോളിയാർ ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മുടെ കാർഷിക വികസന കേന്ദ്രവും PPCK പോലുള്ള ഏജൻസികളെല്ലാം അത് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഞാൻ കാണിക്കാം. എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.